നമ്മൾ ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുത്തു. വിഷയം ഇതുതന്നെയാണ്. കുടിപ്പിച്ച് കിടത്താനാണോ സർക്കാർ നീക്കം? പ്രേക്ഷകർക്ക് പറയാനുള്ളത് കേൾക്കാം ഇനി. മദ്യനയം നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർക്കാരും മദ്യനയം നടപ്പിലാക്കുന്ന സർക്കാർമാരാണ്. അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവർ ഭരണമൊക്കെ നല്ല ഭരണമാണ്. കേരളത്തെ കുടിപ്പിച്ച് കിടത്താനുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും. പിന്നെല്ലാണ്ട് ഇതാണ് എല്ലാവരും ഇതിപ്പം തന്നെ ആയിട്ട് തന്നെ ഇപ്പം നടക്കാൻ വയ്യ ആൾക്കാർക്ക്. ഇനിയിപ്പോൾ ഇടഞ്ഞ് വീണ്ടും കിടക്കും. അത്ര തന്നെ ഫ്രൈഡേ ഇപ്പോൾ ഒഴിവാക്കാണ്. നമ്മൾ കേരളത്തെ കുടിപ്പിച്ച് കിടത്താനുള്ള അറിയത്തില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് അത് ബാധകമല്ല. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എനിക്ക് മദ്യമായിട്ട് ബന്ധമില്ല. എന്നിരുന്നാലും അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നിർത്തുന്നതാണ് നല്ലത്. മദ്യം എന്ന് പറയുന്ന വിഷവസ്തു കൈവിരൽ തുമ്പുകൊണ്ട് തൊട്ട് കാൽവിരൽ തുമ്പുകൊണ്ട് പോലും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ തലമുറ ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. അതാ ചെയ്യേണ്ടത്. നല്ല പരിപാടിയാണ്. കുടിപ്പിച്ച് കിടന്ന് ആവശ്യമുള്ളവർ പോയി കുടിക്കുക, വേണ്ടാത്തവർ കുടിക്കണ്ട. അത്രേ ഉള്ളൂ. ഫ്രൈഡേയുടെ അത് വേണോ? അത് ആഴ്ച മാസത്തിൽ ഒരു പ്രാവശ്യം അത് വേണ്ടേ? 1-ാം തീയതി മാത്രമായിട്ട് നിർത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കുടിക്കേണ്ട ഒരു ദിവസം കുടിക്കുമല്ലോ. അപ്പോൾ സർക്കാരിന് ഉത്തരവ് കിട്ടുന്നുണ്ടെങ്കിൽ കുടിയന്മാർ വെള്ളം ആവശ്യമുള്ളവർ അതൊന്ന് വാങ്ങിച്ച് കുടിക്കും. 1-ാം തീയതിക്ക് മാത്രം നിർത്തി വെക്കണ്ട, അത് ഓപ്പൺ ആയിക്കോട്ടെ. ഇല്ല, അത് കുടിക്കേണ്ടല്ലേ കുടിക്കത്തുള്ളൂ. അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിൽ പോകുമ്പോൾ കുടിക്കാനുള്ളവർ കുടിക്കും. ബാർക്കോറാണ് അതൊക്കെ ഇങ്ങനെ ഓരോരോ സമയത്ത് ഇങ്ങനെ ഓരോ കൊണ്ടുവരുന്നതല്ലേ. അതുപോലെ എല്ലാ രാഷ്ട്രീയ കളികളല്ലേ. അത് വലിയൊന്നും അയ്യോ, അങ്ങനെ കുടിപ്പിച്ച് കിടത്തിയ ജനങ്ങൾ നട്ടലെരിഞ്ഞു പോകത്തില്ലേ? ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ഇല്ലാതാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർക്കാർ അവർക്ക് പൈസ വേണമല്ലോ. ആരെ കൊന്നാലും പൈസ കിട്ടണം, എനിക്ക് കാശ് കിട്ടണം. അത്രേ ഉള്ള കാര്യം. പൈസയൊന്നുമില്ലല്ലോ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഈ ലക്ഷണം. കാരണം ഇപ്പോൾ 1-ാം തീയതി ഇത് ഇല്ലാതിരുന്നാൽ കുറേ ഭേദമായിരുന്നു ആളുകൾക്ക്. കേരളത്തെ സംബന്ധിച്ച് അത് 24 മണിക്കൂർ തുറന്നു വെച്ചാലും പേടിക്കാനാണ്. ഇവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. എത്ര അഴിമതികൾ വന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമാകുമ്പോൾ ഇങ്ങനെയൊക്കെ അവർ അജിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ തന്നെ. ഇത് എല്ലാം നിർത്തലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇപ്പം മദ്യം കൊണ്ട് ഭയങ്കര ഇത് തലവേദനകൾ സൃഷ്ടിച്ചു. ഓരോരുത്തരും മരിക്കുന്നു. വീട്ടിലെ അനക്ഷനുള്ള കുടുംബങ്ങൾ കലഹം അങ്ങനെ ഒന്നും വേണ്ട. ഈ സാധനം അടിച്ചിട്ടല്ലേ ഇതെല്ലാം തുടങ്ങുന്നത്. അത് പാവത്തുങ്ങളെ കൊല്ലുന്നതിനുള്ള എല്ലാ പണിയും സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ലാതെ വരുമ്പോൾ എല്ലാവരും മരണവും കുന്തവും എല്ലാം നടക്കും. ഇതിനകത്തുള്ളതായത് മദ്യം എന്ന് പറയുന്നത് സാധനം പെണ്ണുങ്ങളൊക്കെ എടുത്ത് ചോദിച്ചാൽ വേണ്ടാന്നേ പറയത്തുള്ളൂ. വേണോന്ന് ആരെങ്കിലും പറയൂ? അത് നിർത്തുന്നത് തന്നെ നല്ലത്. നിർത്തത്തൊന്നുമില്ല. നമ്മളെ ഇവിടെ കോടിക്കണക്കിന് പണം ഉണ്ടാകാൻ ഇത് വെച്ചേക്കുന്ന എൻ്റെ ഇടയ്ക്കാണ് ഇത് മദ്യം നിർത്താൻ പോകുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ ചോദിക്കാതിരിക്കുന്നതേ നല്ലത്. ആണുങ്ങളുള്ള കാലം വരെ എന്തായാലും വേണം ഇതൊക്കെ. അവർ വരുമാനം വേണ്ടേ? സർക്കാരിന് എല്ലാ മേഖലകളിലും വരുമാനം കൊടുക്കണ്ടേ? സർക്കാർ ഓഫീസുകളിൽ എല്ലാം കാര്യങ്ങളും നടത്തണ്ടേ? അവർ പിന്നെ എന്ത് വരുമാനം ഉണ്ട് നമ്മുടെ കേരളത്തിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യം തെറ്റ് തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആരോപണം ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ ആരോപണമായിരിക്കും. ആരോപണം സത്യമാണെങ്കിൽ തെറ്റ് തന്നെയാണ്. മദ്യം കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അത് പ്രശ്നമാണ്. അതാണ്